ഹലോ ഇൻസ്പെക്ടർ. ഹലോ. എന്തെങ്കിലും വിവരം കിട്ടിയോ? പറയാം. ബൈ അതിനു മുമ്പായി മേജറിന് ചില കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. ടേക്ക് യുവർ സീറ്റ്. രാജന് വളരെ അടുത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ആരുമില്ല. പിന്നെ എന്റെ മകളുടെ കൂട്ടുകാരിയുമായി അവൻ അടുപ്പത്തിലായിരുന്നു കേട്ടിട്ടുണ്ട്. ആ കുട്ടി ഇപ്പൊ എവിടെയാണ്? കുറച്ചു ദിവസം മുമ്പ് കാണാതെ പോയത് അവളാണ്. ഓഹോ, കാണാതായ രജനി എന്ന കോളേജ് സ്റ്റുഡന്റ് അല്ലേ? അതെ, രജനി തന്നെ. രജനിയുടെ സഹോദരൻ വിനോദും രാജനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി അറിയാമോ? അതറിയില്ല. പക്ഷെ രാജന്റെ മരണ ദിവസം വിനോദിനെയും രാജനെയും ക്ലബിൽ വെച്ച് ഒരുമിച്ച് കണ്ടവരുണ്ട്. മേജർ, ഏത് സമയത്തും ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഓഫ് കോഴ്സ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്റെ മകനെ കൊന്നവനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, ചെയ്യൂ. രജനി, നിന്നെ കൊന്നവന്റെ കഥ ഞാൻ കഴിച്ചു. നിനക്ക് വേണ്ടി അവന്റെ കുടുംബം മുഴുവൻ ഞാൻ തകർക്കും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിനോദ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ വിനോദ്, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു സഹായം ആവശ്യമുണ്ട്. എന്നെ കൊണ്ടോ? അതെ, രാജനെ കൊല ചെയ്തവനെ കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കാണ്. ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, കൊലയാളിയെ കുറിച്ച് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്തൂടെ? അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. മനസ്സിലായില്ല. സംഭവം നടന്ന ദിവസം രാജനെയും നിങ്ങളെയും ഒരുമിച്ച് കണ്ടതായി പലരും പറഞ്ഞു. ഞാൻ പലരുമായി ബന്ധപ്പെടുന്ന ആളല്ലേ, ചിലപ്പം കണ്ടിരിക്കാം. അപ്പോൾ രാജനെ ഓർമ്മിപ്പിക്കത്തക്ക ബന്ധം പോലും നിങ്ങൾക്കില്ല അല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? ഓ, അത് ശരി. എനിക്ക് ലൈറ്റർ കളഞ്ഞു കിട്ടിയതാണ്. മഴ നനഞ്ഞു കിടന്നതുകൊണ്ട് കത്തുന്നില്ല. എന്താ ചിരിക്കുന്നത്? കാട്ടാനെ കുഴിയിൽ വീഴ്ത്താൻ കാട്ടലി ശ്രമിക്കുന്നത് കാണുമ്പോൾ ഹരി തെറ്റിയാൽ ചിലപ്പോൾ ആനയും വീഴും. ഓക്കെ ഓക്കെ. ഞാൻ വിലാസിനെ കാണാനാണ് വന്നത്. എനിക്കെന്റെ സഹോദരി പോയി, വിലാസിനിക്ക് സഹോദരനും. നമ്മൾ തുല്യ ദുഃഖിതരാണ്. എങ്കിലും ഒരു പുരുഷൻ നിലയ്ക്ക് വിലാസിനെ ആശ്വസിപ്പിക്കേണ്ട എന്റെ കടമയാണെന്ന് തോന്നി. ആശ്വാസവാക്കുകൾ കേൾക്കും തോറും എന്റെ മനസ്സാളി കത്തുകയാണ്. രജനിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെയും അവസ്ഥ അത് തന്നെയാണ്. അവൾ പോയതിനു ശേഷം എന്റെ മനസ്സിലാകെയുള്ളത് അവളുടെ കൂട്ടുകാരിയായ വിലാസിനി മാത്രമാണ്. ഇനി വിലാസിനിയുടെ ദുഃഖം എന്റെയും ദുഃഖമാണ്. എന്റെ രാജേട്ടനെ പോലെ നിഷ്കളങ്കനായി ഈ ലോകത്താരും ഉണ്ടാവില്ല. എന്റെ ചേട്ടനെ പോലെ ഒരാളെ കൊല്ലാൻ ചെകുത്താന് പോലും മനസ്സ് വരില്ല. മനുഷ്യനെ ചെകുത്താനാക്കുന്ന ലോകമാണിത്. രാജനെ കൊല ചെയ്തവനെ കണ്ടുപിടിക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് ആശ്വസിക്കാം. പിന്നെ വിലാസിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ എന്നും വിലാസിനെ കാണാൻ വരും. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. വേണ്ടെന്ന് വിലാസിനി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സത്യമാണ്.
യെസ്, മേജർ ചന്ദ്രശേഖരൻ സ്പീക്കിംഗ്. ആ ആ വിളിച്ചിരുന്നു. ആ ഇങ്ങോട്ട് വന്നാൽ മതി. ആ ഓക്കെ. കുട്ടപ്പ, ഇന്ന് വൈകുന്നേരം ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യണം. ആഹാര സാധനങ്ങൾക്കൊന്നും ഒരു കുറവും വരരുത്. വീടും പരിസരവും വളരെ നീറ്റായിരിക്കണം. ഇതെല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കാൻ എനിക്ക് ടൈം കാണില്ല. യു അണ്ടർസ്റ്റാൻഡ്? കുട്ടപ്പഞ്ഞേട്ടാ, നമുക്കെല്ലാം ഒരുക്കണ്ടേ? അയ്യോ, എന്തൊരുക്കാനുണ്ട? നിന്റെ അമ്മായിമ്മയുടെ 16 അടി എന്തിരിച്ചു ഒരുക്കാനും. നല്ല മാണിക്യം പോലത്തെ ഒരു കുഞ്ഞു മരിച്ചിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുമ്പ് അയാളുടെ ഒരു ഡിന്നറും ലഞ്ചും. എന്റെ ഈശ്വര, ഇയാളുടെ ഈ പട്ടാളക്കളി എവിടെ ചെന്ന് അവസാനിക്കാവും? കൈവിട്ടുപോയി, പേടിച്ചുപോയേ. നമുക്ക് പോകാമേ? മതി, വാ. എന്റെ മകനെ കൊന്ന വിനോദാണ്. ഡോണ്ട് ബി എക്സൈറ്റഡ് മേജർ. എന്നിട്ട് നിങ്ങൾ അതുകൂടെ അറസ്റ്റ് ചെയ്യുന്നില്ല. രാജനെ കൊന്നത് വിനോദാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവൻ ഇപ്പോഴും താങ്കളുടെ മകളുടെ കൂടെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനും എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. മേജർ, ഏറ്റവും വേഗത്തിൽ ഈ ബന്ധം അവസാനിപ്പിച്ചേ പറ്റൂ. ശരി, അതിന് ഞാനൊരു വഴി ഉണ്ടാക്കാം ഇൻസ്പെക്ടർ. ഈ ഞായറാഴ്ച വിലാസിനിയെ പെണ്ണ് കാണാൻ കുറച്ചാളുകൾ വരുന്നുണ്ട്. നീ ഹോസ്റ്റലിൽ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഉടനെ വിവാഹം നടത്തുന്ന കാര്യത്തിൽ അവൾക്ക് താല്പര്യമില്ലാത്ത മട്ടാണ്. അതൊന്നും അത്ര കാര്യമാക്കണ്ട സർ. പെങ്കൊച്ചുങ്ങൾ അങ്ങനെയൊക്കെ ഭാവിക്കും. 3-4 പ്രസവിച്ചിട്ടും കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്ന പെണ്ണുങ്ങള് നമ്മുടെ നാട്ടിലില്ലേ? ഏതായാലും വിവാഹക്കാരി നീ അവളോട് പറയണ്ട. അക്കാര്യം ഞാൻ മിണ്ടേ ഇല്ല.
പിന്നെ വിലാസിനെ കുഞ്ഞ് നിർബന്ധിക്കുകയാണെങ്കിൽ പെണ്ണ് കാണാൻ വരുന്ന കാര്യം മാത്രം ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു സർ. നീ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അപ്പം വിവരമല്ലേ ഞാൻ അവിടെ പറഞ്ഞോട്ടെ. അല്ല ഞായറാഴ്ച കുഞ്ഞിനോട്, അല്ല വിലാസിന് കുഞ്ഞിനോട് ഞായറാഴ്ച ഇവിടെ വരാൻ പറയാം. ഓ ഞാൻ താങ്ക് യു വെരി മച്ച് സാർ. ഗുഡ് മോർണിംഗ് മാഡം. ആരാ? എന്റെ പേര് മിസ്റ്റർ കുട്ടപ്പൻ. എന്ത് വേണം? എന്റെ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. പേരെന്താ? വിലാസിനി. ഓ വിലാസിനെ, നമ്മുടെ മേജറുടെ മകളോ? ആ വിലാസിനി നിങ്ങളുടെ ആരാ? ഒരു ഇതായിട്ടുള്ള അയ്യോ ഇപ്പോഴവരിവിടെ ഇല്ലല്ലോ, ബീച്ചിൽ പോയിരിക്കുക. കടപ്പുറത്തിരിക്കോ? മാറ്ററെടുത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മാസാമാസം ശമ്പളം അയച്ചിരുന്നത് പെമ്പിളേരെ കടപ്പുറത്തേക്ക് പറഞ്ഞേക്കാനല്ല. കടപ്പുറത്ത് താമസിക്കാനല്ല മിസ്റ്റർ പോയിരിക്കുന്നത്. പിന്നെ ഇന്നലെ കപ്പലണ്ടി കച്ചവടത്തിനോ അല്ല ഐസ് ഫ്രൂട്ട് വെക്കാനോ? എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇതെങ്ങാനും മേജറെത്തിയെ അറിഞ്ഞാൽ സംഗതി ആകെ കഴിഞ്ഞു. എല്ലാവരുടെ കയ്യിലും ഒറ്റ കോഴി തോക്കാം, അദ്ദേഹത്തിന്റെ കയ്യില് ഇരട്ട കോഴി തോക്കാം. ഇവിടെ വന്ന് എല്ലാറ്റിനും പറിച്ചു വെടിവെച്ചോളി. എനിക്ക് പോടോ പുറത്ത്. ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല, ഇതെന്റെ ഭാര്യ ഇവിടെ അല്ലെന്നും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, കണ്ട കാര്യം മുഖത്ത് നോക്കി പറയുന്നതാണ് ഈ കുട്ടപ്പൻ. മനസ്സിലായില്ലേ? ഞാൻ പോകുന്നു. You get out. Thank you. കുർബാനി കുർബാനി ഒറ്റക്കാണല്ലോ. കുർബാനി യു ബ്ലഡി ഫുൾ. തെറ്റിദ്ധരിക്കരുത്, എന്റെ കണ്ണിൽ കരട് പോയി. ഓ അതാണോ? സോറി. നെവർ മൈൻഡ്. ഒന്ന് ഒതുക്കി. എന്നാലെന്താ, മാറ്റിനിക്ക് വന്നാ മതിയേ. ഇയാളെന്താ പോയില്ലേ? ഇല്ല, എനിക്കങ്ങനെ ധൃതിയൊന്നുമില്ല. വിലാസിനി കുഞ്ഞ് വന്നിട്ട് പോയച്ചാ മതി. കുട്ടിയകത്തു പോവും. പാവാട ആ കുട്ട എല്ലാരും പിടിക്കും, നോക്കി കണ്ടു പെൺപിള്ളേരെ കുളിക്കുന്നത് എത്തി നോക്കി. എടോ മര്യാദ കാണിച്ചിട്ടുണ്ടല്ലോ. എന്റെ പൊന്നു മാറ്റിലെടുത്ത് ഞാൻ പെമ്പിള്ളേര് കുളിക്കുന്നത് എത്തി നോക്കിയിട്ടേ ഇല്ല. ഇവിടുത്തെ കുളിമുറിയും ബാത്റൂമും എങ്ങനെയുണ്ടെന്ന് നോക്കി. കൊള്ളട്ടോ, പക്ഷെ ഫാന് വേണം, റേറ്റ് വേണം. ഓക്കെ, ഞാൻ പോവാണ്.